ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ നയന കല്യാണിനെ സമാധാനിപ്പിക്കാൻ വേണ്ടി നോക്കുന്നുണ്ടെങ്കിലും കല്യാണി പറയണ്ട, അമ്മ പോയതോടെ ഒരു വല്ലത് കാര്യം നഷ്ടപ്പെട്ട പോലെയാണ് നയനെ എനിക്കെന്ന് പറയുമ്പോൾ നയന കല്യാണിനെ ചേർത്ത് പിടിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകട്ടോ. അപ്പൊ നയനെ വീട്ടിൽ കൊണ്ടാക്കുന്നുണ്ട്. പ്രകാശാണെങ്കിൽ കല്യാണിനെ കാണാതെ ആകെ വിഷമിച്ചിങ്ങനെ ഇരിക്കട്ടോ. കല്യാണി മോള് ഇതുവരെ വന്നില്ല, വിഷമിച്ച് നയന മോളുടെ കൂടെ ഇരിക്കായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് നയന കല്യാണിനെ കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വരുന്നത്. ശേഷം നയന പ്രകാശിനോട് സംസാരിക്കുന്നൊക്കെ ഉണ്ട്. അങ്കിള് മാറിയപ്പോഴേക്കും ദീപാന്റിക്ക് അത് ഭയങ്കര സന്തോഷമായിരുന്നു. ആന്റി എന്നെ വിളിച്ച് സന്തോഷത്തോടെ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. ഒരു ദിവസം വീട്ടിലേക്ക് ക്ഷണിച്ചതുമാണ്. ഞാനും മാതൃശ്വരന്റെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരാനിറങ്ങുന്ന സമയത്താണ് ഈ ഒരു ദുരന്തം ഉണ്ടായത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നയന ഇങ്ങനെ എന്നൊക്കെ പറയുമ്പോഴേക്കും പ്രകാശം വേണ്ട, എന്ത് ചെയ്യാനാ, ഞാനും അവൾ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ആലോചന ഇപ്പൊ ഓരോ ദിവസവും ഇല്ലാതായിക്കൊണ്ടിരിക്കുക മോളെ. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കി, ഇനി എന്റെ ജീവിതത്തിൽ വളരെ കുറച്ച് നാളുകൾ മാത്രമല്ലേ ബാക്കിയുള്ളൂ. ആ സമയം മക്കളെയും കൊച്ചുമക്കളെയൊക്കെ സ്നേഹിച്ച് ഇനിയുള്ള ജീവിതം കഴിഞ്ഞു പോകാനാണ് എന്റെ ആഗ്രഹമെന്ന് പ്രകാശനും പറയുന്നുണ്ട്. ശേഷം നയന അവിടുന്ന് യാത്രയൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങുവാട്ടോ. പ്രകാശൻ കല്യാണി അടുത്ത് പറയണ്ട്, മോളെ കല്യാണി, നീ എത്ര നാളിങ്ങനെ വിഷമിച്ചിരിക്കും, ഭക്ഷണം കഴിക്കുന്നില്ല, ഒന്നും നോക്കുന്നില്ല, കിരൺമോന്റെ കാര്യം പോലും നീ ശ്രദ്ധിക്കുന്നില്ല, കുഞ്ഞിന്റെ കാര്യം ശ്രദ്ധിക്കുന്നില്ല, ഏത് നേരവും കരച്ചിലും മാത്രമാണ് നീ. മോളെ നോക്ക്, ഞാൻ നിന്നൊരു കാര്യം പറയാം. നിന്റെ അമ്മുമ്മയുണ്ടല്ലോ, അതായത് എന്റെ അമ്മ ദീപ മരിച്ചെന്ന് പറഞ്ഞപ്പോ ഇവിടെ വന്നില്ല. കാരണം എന്താ, ദീപടുത്ത് ഇഷ്ടമില്ലാഞ്ഞിട്ടൊന്നല്ല. ദീപ മരിച്ചു കിടക്കണ ജഡം പോലെ അനങ്ങാതെ കിടക്കുന്ന ദീപനെ കാണാനായിട്ട് അമ്മക്ക് വയ്യ, അമ്മ തളർന്നു പോകും. അതുകൊണ്ടിട്ടാണ് അമ്മ വരാത്തത്. അപ്പൊ ഇത്രയും നാള് നിന്റെ അമ്മേനെ വിഷമിപ്പിച്ച് വേദനിപ്പിച്ച ഒരു വ്യക്തിയാണ് എന്റെ അമ്മ, അതായത് നിന്റെ അമ്മുമ്മ. അവർക്ക് പോലും ദീപ മരിച്ചു കിടക്കണത് കാണാനായിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇത്രയും നാള് നിന്റെ കൂടെ നിഴലായിട്ട് നിന്ന നിന്റെ അമ്മ ഇല്ലാതാകുമ്പോൾ മോളുടെ വിഷമം എത്രമാത്രം ആണെന്നുള്ളത് അച്ഛനെ മനസ്സിലാക്കാം മോളെ എന്ന് പറയണം. മോള് വിഷമിക്കേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പ്രകാശിനെ സമാധാനിപ്പിക്കുന്നുണ്ട്. ആ സമയത്ത് കല്യാണി ഇങ്ങനെ പൊട്ടിക്കരയാണ്. അപ്പൊ കാദംബരി പറഞ്ഞിട്ട്, കല്യാണി മോളെ നീ ഇങ്ങനെ വിഷമിക്കല്ലേ, നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ വീട്ടിലേക്കൊന്നും പോവാത്തത്. രതീഷേട്ടൻ പറഞ്ഞു നീ ഒന്ന് ഓക്കെ ആയിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനും നിന്റെ കൂടെ ഇരിക്കണത്. നിന്റെ വിഷമം കാണുമ്പോൾ എനിക്കൊരു സമാധാനം ഇല്ല. നീ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കേ, നീ ആകെ കോലം കെട്ടുപോയി. ഇങ്ങനെ പോവാണെങ്കിൽ നിന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. അച്ഛന്റെ കാര്യം അറിയാലോ, അച്ഛൻ നിന്നെ ആലോചിച്ചിട്ട് അച്ഛൻ വിഷമിച്ച് അച്ഛനും ഭക്ഷണം കഴിക്കുന്നില്ല, മര്യാദക്ക് ഭക്ഷണം കഴിക്കുന്നില്ല, മരുന്ന് കഴിക്കുന്നില്ല. അതുകൊണ്ട് കല്യാണി മോളെ നീ എങ്ങനെയെങ്കിലൊക്കെ അമ്മയടുത്തുള്ള ആ ഒരു സ്നേഹം മനസ്സിലാക്കാം. പക്ഷെ അമ്മ ഇത് കാണുമ്പോൾ സന്തോഷിക്കുന്നു നിനക്ക് തോന്നുന്നുണ്ടോ? നീ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ നിന്റെ കൂടെ ഇരിക്കുന്ന നമ്മുടെ അമ്മ വിഷമിക്കുകയേ ചെയ്യത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കല്യാണിനെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. കല്യാണിയും അത് ഏറെ കുറെയൊക്കെ മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ ഗംഗപ്രസാദും സ്റ്റെഫിയും ഭയങ്കര സന്തോഷത്തിലാണ്. സർദാർജിയുടെയും അതുപോലെ തന്നെ പഞ്ചാബിക്കാരന്റെ വേഷമൊക്കെ ഇട്ട് ആരും കണ്ടുപിടിച്ചില്ലല്ലോ, പോലീസുകാർ പോലും കണ്ടുപിടിച്ചില്ല. അതിന്റെ ഒരു സന്തോഷത്തിലാണ് ഗംഗപ്രസാദും സ്റ്റെഫി കേട്ടോ. അവര് തിരിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ട്. വേറൊരു വീട്ടിലേക്കാണ് പോണത്. ഗംഗപ്രസാദ് പറയുന്നുണ്ട്, സ്റ്റെഫീനെ ഒന്നും കൊണ്ട് നമ്മൾ പേടിക്കേണ്ട, നമ്മളെ ആ വേഷത്തിൽ അവര് കണ്ടുപിടിച്ചില്ലെന്നുണ്ടെങ്കിൽ നമുക്കിന് ധൈര്യമായിട്ട് എവിടെ വേണമെങ്കിലും ഏത് വേഷത്തിൽ വേണമെങ്കിലും പോകാം എന്ന് പറയുമ്പോൾ സ്റ്റെഫി പറയുന്നുണ്ട്, പക്ഷെ നമ്മൾ സൂക്ഷിക്കണം, പറയാൻ പറ്റില്ല, നമ്മളെ മനസ്സിലാക്കിയില്ലെന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷെ നമ്മളെ മനസ്സിലാക്കുന്ന ഒരാൾ ഈ ലോകത്തുണ്ട്. നമ്മൾ എത്രയൊക്കെ വേഷം മാറി വന്നാലും കല്യാണി, അവളുടെ മുമ്പിൽ നമ്മൾ പിടിച്ചു നിൽക്കേണ്ടത്. കാരണം അവളുടെ അമ്മ മരിച്ചതിന്റെ ആ ഒരു വിഷമവും ആ ഒരു ഇതും അവൾക്കാണ് ഏറ്റവും കൂടുതൽ. അപ്പൊ അതുകൊണ്ട് അവളുടെ മനസ്സിൽ ഇപ്പൊ രണ്ട് മുഖങ്ങൾ മാത്രമായിരിക്കും. ഒന്ന് നിന്റെ മുഖം, ഒന്ന് എന്റെ മുഖം. വേറെ എല്ലാവരുടെ മുഖം അവളിപ്പൊ മറന്നിട്ടുണ്ടാകും. അവളുടെ അമ്മേനെ കൊന്നവിടത്തുള്ള പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അവൾ ഇപ്പൊ നടക്കണത്. അത് നീ പറഞ്ഞ ശരിയാ സ്റ്റെഫി. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് അവിടേക്ക് തന്നെ ഒന്ന് പോകാം. എന്തായാലും ഒരു കാര്യം ഞാൻ അറിഞ്ഞു, കാർത്തികയുടെ വിവാഹം വീണ്ടും അവര് നടത്താൻ പോവാന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെയും വരെ ഒന്ന് പോണം. എന്നിട്ട് ആ കല്യാണിയുടെയും കിരണിന്റെയും അടുത്ത പ്രിയപ്പെട്ട അത് അവരുടെ അച്ഛനാണല്ലോ പ്രകാശൻ, ഒരു പ്രാവശ്യം കുത്തുകൊണ്ട് ജീവനോട് നിൽക്കുന്ന പ്രകാശൻ, അയാള് ഒന്ന് ഇല്ലാതാക്കാം. അല്ലെങ്കിൽ ആ വീട്ടിൽ ആരെങ്കിലൊക്കെ ഉണ്ടാവില്ല, അവർക്ക് വേണ്ടപ്പെട്ട കല്യാണിയുടെ ചേച്ചിയോ ചേച്ചിയുടെ ഭർത്താവോ ആരെങ്കിലൊക്കെ ഉണ്ടാവുമല്ലോ, ആരെങ്കിലും നമുക്ക് തട്ടിക്കളയാം. അതോടുകൂടി ആ പരിപാടി അവരവിടെ നിർത്തിയേക്കും. അത് വേണോ, നമുക്ക് ഇപ്പൊ തന്നെ അങ്ങോട്ട് പോണം. പക്ഷെ ഈ വിഷയത്തിൽ തന്നെയാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഒരിക്കലല്ല, നമ്മൾ പഴനി പോകാൻ പോകുന്ന രണ്ട് സന്യാസികളായിട്ട് അങ്ങോട്ട് പോയാൽ മതി എന്ന് പറയാണ്. അവർക്ക് വിശ്വാസമാവോ? തീർച്ചയായിട്ടും കല്യാണി ദൈവവിശ്വാസി ആയത് കൊണ്ടിട്ട് അവക്ക് പെട്ടെന്ന് തന്നെ അതൊക്കെ വിശ്വാസത്തിലെടുക്കാൻ പറ്റും. നമ്മൾ ആ ഒരു വേഷത്തിൽ പെട്ടെന്ന് ആർക്കും കണ്ടുപിടിക്കാൻ സാധിക്കില്ല. സർദാർജിയുടെ വേഷത്തിൽ ആൾക്കാർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല, പിന്നെ ഈ വേഷത്തിൽ ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് വേഷം ഇട്ടിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് തന്നെ പോകാം എന്ന് ഓവർ കോൺഫിഡൻസ് ആയിട്ട് ഗംഗപ്രസാദ് പറയാണ്. സ്റ്റെഫിയും അത് വിലയിരുത്തുന്നുണ്ട്. അങ്ങനെ സ്റ്റെഫിയും ഗംഗപ്രസാദും കൂടിയിട്ട് ആ ഒരു വേഷം എടുത്തിട്ട് അവരങ്ങോട്ടേക്ക് പോകുവാട്ടോ. അതായത് പ്രകാശൻ കല്യാണിന്റെ വീട്ടിലേക്ക് പോകും.
അങ്ങനെ ആ ഒരു വേഷത്തില് സ്റ്റെഫിയും ഗംഗപ്രസാദോട് നേരെ പോകുന്നത് കല്യാണിയുടെ വീട്ടിലേക്കാണ്. അവിടെ പോകുമ്പോഴേക്കും ഗംഗപ്രസാദ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് സ്റ്റെഫി എടുത്ത്, എന്നെ കണ്ട മനസ്സിലാക്കാൻ പറ്റുമോ? ഇല്ലടാ, നിന്റെ വേഷം അതിഗംഭീരമായിട്ടുണ്ട്, ഒരാൾക്ക് പോലും നിന്നെ മനസ്സിലാക്കാൻ സാധിക്കില്ല എന്ന് പറയണേ. എന്നെയോ? നിന്നെ ഒന്നും കൊണ്ട് മനസ്സിലാടി, പഴനിക്ക് പോണ കറക്റ്റ് സന്യാസി സ്ത്രീനെ പോലെ തന്നെയുണ്ട് നീ എന്ന് പറയാണ്. അങ്ങനെ കയ്യിൽ പാത്രവും സാധനങ്ങളൊക്കെ ആയിട്ടൊക്കെ ആട്ടോ പോണത്. അങ്ങനെ ബെല്ലടിക്കുമ്പോഴേക്കും കാദംബരിയാണ് വാതിൽ തുറക്കുന്നത്. കാദംബരി സംശയത്തോടെയായിട്ട് അവര് നോക്കണത്. എന്താന്ന് ചോദിക്കുമ്പോ, ഞങ്ങള് പഴനിയിലേക്ക് പോകുവാണ്, അപ്പൊ ഇത്രയും വീട് പോയിട്ട് കേറാന്നൊരു നേർച്ചയുണ്ട്, ഞങ്ങള് സന്യാസിനികളാണേ, അതുകൊണ്ട് എന്തെങ്കിലും 1 രൂപയാണെങ്കിലും തരുവാണെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ സന്തോഷമാകും, 50 വീട് കേറാന്നാണ് ഒരു നേർച്ച എന്നൊക്കെ പറയാണ്. ഇത് സംസാരം കേട്ട് പ്രകാശൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. കാരണം ഈ സംസാരം എവിടെയോ കേട്ട പോലെ പ്രകാശിനെ തോന്നുവാണ്. പ്രകാശൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ആരാ മോളെ ചോദിക്കുമ്പോ, അച്ഛാ ദേ എന്ന് പറഞ്ഞിട്ട് കാദംബരി വിളിക്കുന്നുണ്ട്. പ്രകാശൻ അങ്ങോട്ട് പോകുമ്പോൾ പ്രകാശിന് ആദ്യ നോട്ടത്തിൽ തന്നെ ചെറിയ സംശയം തോന്നി കേട്ടോ. എന്താന്ന് ചോദിക്കുമ്പോഴേക്കും, ഞങ്ങളിങ്ങനെ സന്യാസികളാണ്, ഇങ്ങനെ പഴനി പോകാനായിട്ട് ഇങ്ങനെ നിക്കാണ്, അപ്പൊ അങ്ങനെയൊക്കെ ഇങ്ങനെ കഥ ഇങ്ങനെ പ്രകാശിനോടും പറയണം. ശരി നിക്ക്, ഞാൻ എന്തെങ്കിലും പൈസ എടുത്തിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് പ്രകാശിന്റെ അകത്ത് പോവാണ്. ശേഷം പ്രകാശനും കല്യാണിക്ക് നല്ല സംശയം കേട്ടോ. എന്തായാലും പക്ഷെ ഗംഗാപ്രസാദിന്റെ കയ്യിൽ ഒരു തോക്കുണ്ട്. അതായത് ഒന്നില്ലെങ്കിൽ അവര് പിടിക്കപ്പെട്ടാലും കുഴപ്പമൊന്നുമില്ല, പിടിക്കപ്പെട്ടാണെങ്കിൽ തന്നെ അവിടെ ആരുടെങ്കിലും ഒരാളുടെ ജീവൻ എടുത്തിട്ട് പോകണമെന്ന് മാത്രമേ ഗംഗാപ്രസാദിനുള്ളൂ. കാരണം അയാൾ ഒരു സൈക്കോ പോലെയായി. അവരുടെ ആ ഒരു സങ്കടം കാണാനായിട്ട് ഭയങ്കര ഒരു ഇഷ്ടം. അതുകൊണ്ടൊരു സൈക്കോ മൈൻഡില് ആരെങ്കിലും വെടിവെക്കാൻ വേണ്ടി തന്നെ തോക്കാണ് ആ ഒരു പാത്രത്തിൽ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ദക്ഷിണ ഇടാൻ വേണ്ടി ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ആ പാത്രത്തിനുള്ളിൽ തോക്കാണ്. അതിന്റെ മുകളിൽ ഒരു സിൽക്ക് പൊതിഞ്ഞ് വെച്ചിരിക്കുകയാണ്. അങ്ങനെ കല്യാണിനടുത്ത് ഇങ്ങനെ സംശയം പ്രകാശം പറയുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ആ ഗംഗപ്രസാദിന്റെ സ്റ്റെഫിയുടെയും ഈ ഒരു വേഷം നാളെ അഴിഞ്ഞു വീടും കേട്ടോ. പക്ഷെ ആ ഒരു അഴിഞ്ഞു വീടുന്ന സമയത്ത് ഈ ഗംഗപ്രസാദിന്റെ കയ്യിൽ തോക്കുള്ളത് കൊണ്ട് തന്നെ ആരെയാണ് എന്താണ് ചെയ്യാൻ പോണെന്ന് അറിയില്ല. പിന്നെ കല്യാണി ഗംഗപ്രസാദിന്റെ കൈ കിട്ടുകയാണെങ്കിൽ വേറെ ആർക്കും വിട്ടുകൊടുക്കില്ല. കാരണം എങ്ങനെയെങ്കിലൊക്കെ അവരെ ഇല്ലാതാക്കാൻ വേണ്ടി കല്യാണി തന്നെ മുൻകൈ എടുക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല കേട്ടോ. അപ്പൊ നാളെ ഏതായാലും കല്യാണി തകർത്ത് അഭിനയിക്കാൻ പോകുന്ന ഭാഗം തന്നെയാണ് വരാൻ പോണത്. മിക്കവാറും ലാസ്റ്റ് ആ ഒരു അവരിങ്ങനെ ആ തോക്ക് കാണിക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അതോടുകൂടി മിക്കവാറും നാളത്തെ എപ്പിസോഡ് തീരാനാണ് ചാൻസ്. എന്തായാലും നാളെ തന്നെയാണ് ആ ഒരു ഭാഗം അവര് സന്യാസി വേഷത്തിൽ വരണതും കല്യാണിന്റെ അടുത്തേക്ക് വരുന്ന ഭാഗം. കാർത്തികയുടെ വിവാഹം നടത്താൻ പോകുന്നു എന്ന് അറിഞ്ഞപ്പോ അവരൊന്നും കൂടി ഭീഷണിപ്പെടുത്താമോ, ഇത്രയൊക്കെ ആയിട്ടും പഠിച്ചില്ലല്ലേ, അപ്പൊ അതുകൊണ്ട് ഒരു ഡോസ് കൂടി കൊടുക്കാന്ന് പറഞ്ഞിട്ടാണ് അവർ അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പൊ ആ ഒരു ഭാഗമാണ് നാളത്തെ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ. അങ്ങനെ ഇവര് സ്റ്റെഫിയും ഗംഗപ്രസാദും വന്നേന്ന് അറിയുമ്പോഴേക്കും പ്രകാശം എക്കാറും അകത്ത് കയറി പോകുന്ന ഭാഗം കാണിക്കുന്നുണ്ടല്ലോ, അത് കിരണിനെയും ഒക്കെ വിവരം അറിയിക്കാൻ വേണ്ടി. അപ്പൊ കിരണും സാരിയും ഒക്കെ കറക്റ്റ് സമയത്ത് അവിടെ എത്തുകയും ചെയ്യും. എന്തായാലും കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ടേക്ക് കെയർ, ബൈ ബൈ.